everyone, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൊഡ്യൂൾ 1-ലെ 5th ചാപ്റ്റർ ആണ് മൂഡ് ആൻഡ് മൊഡാലിറ്റി. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്ത് കൂടിയ ചാപ്റ്റർ ആണ്. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മൂഡ് എന്നുള്ളതാണ്. It uses to refer a verb category or form which indicates whether the verbs expressed a fact, a command, a question, a condition, a wish. Mood എന്ന് പറയുന്നത് ഒരു verb category അല്ലെങ്കിൽ അതൊരു ഫോം ആയിരിക്കും. ആ ഒരു verb എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഫാക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണോ, ഒരു ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണോ, ഒരു വിഷ് ആണോ, ഇത് റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതൊരു ഫാക്റ്റിനെയാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതൊരു ഇൻഡിക്കേറ്റീവ് മൂഡാണ്. ഇനി അതൊരു കമാൻഡിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് ഇമ്പാരറ്റീവ് മൂഡാണ്. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് മൂഡാണ്. ഇനി അതൊരു കണ്ടീഷനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് കണ്ടീഷണൽ മൂഡാണ്. ഇനി അതൊരു വിഷനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതൊരു സബ്ജക്റ്റീവ് മൂഡാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഡെഫിനേഷൻ എഴുതുക, എക്സാമ്പിൾ എഴുതുക, മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമറിൻ്റെ ഒന്നും നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ച് പോവുക, എക്സാം വരെ നീട്ടി വെച്ച് പോകരുത് കേട്ടോ. സോ ഒരു വേർബ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഫോം അത് എന്തിനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാണ്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു മൂഡ് തന്നെ പലതരത്തിലുണ്ട്. ഫാക്ട് ഉണ്ട്, അതൊരു ഫാക്ടറിയാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേറ്റീവ് മൂഡാണ്. ഇനി അതൊരു കമാൻഡിനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതൊരു ഇമ്പാരറ്റീവ് മൂഡാണ്. ഇനി അതൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതൊരു ഇൻട്രോഗേറ്റീവ് മൂഡാണ്. ഇനി അതൊരു കണ്ടീഷനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കണ്ടീഷണൽ മൂഡാണ്. ഇനി അതൊരു വിഷനാണ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ സബ്ജക്റ്റീവ് മൂഡും കൂടിയാണ് കേട്ടോ. മൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാട്ട് ഇറ്റ്സ് എക്സ്പ്രസസ്. അപ്പോൾ അത് പല ടൈപ്സ് ഉണ്ട്, നോട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യരുത്, പഠിക്കുക. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി ഇതിൽ ചിലത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡിക്കേറ്റീവ് മൂഡ്. നമ്മൾ പറഞ്ഞു ഇൻഡിക്കേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫാക്റ്റിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ടു എക്സ്പ്രസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. ഇനി എക്സാമ്പിൾ നോക്കൂ. ദേ ഗോ ടു കോളേജ് ബൈ ബസ്. നെക്സ്റ്റ് വൺ, ദേ ആർ കമ്മിങ് ഹിയർ ടുമാറോ. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് മൂഡ് എന്ന് പറയുന്നത്. അതായത് ഫാക്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാക്ട് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതിന് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് മൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദേ ഗോ ടു കോളേജ് ബൈ ബസ്, ഇതൊരു ഫാക്റ്റ് ആണ് അല്ലേ? അവർ കോളേജ് ബസ്സിൽ പോകുന്നു അല്ലേ? അവർ കോളേജിലേക്ക് എങ്ങനെ വേണം ബസ്സിന്, ഒരു ഫാക്റ്റാണ്, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ ഇൻട്രോഗേറ്റീവ് മൂഡിന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാരറ്റീവ് മൂഡാണ് കേട്ടോ. ഇമ്പാരറ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമാൻഡ്. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതുന്ന ഒരു ചെറിയൊരു നോട്ട് പാഡ് പോലെ എഴുതി വെക്കുക കേട്ടോ. ആദ്യം മൂഡിനെ കുറിച്ച് എഴുതുക, അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾ എഴുതുക. അത് കണ്ട് ഇൻട്രോഗേറ്റീവ് മൂഡിന് എഴുതുക. ഇൻട്രോഗേറ്റീവ് മൂഡ് എന്താ? ടു എക്സ്പ്രസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് എഴുതുക, 2 എക്സാമ്പിൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇൻട്രോഗേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ട്, അതുപോലെ എക്സ്പ്രസിങ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് മോഡിൽ വരുന്നത്. എന്നിട്ട് 2 എക്സാമ്പിൾ എഴുതുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാരറ്റീവ് മോഡാണ് കേട്ടോ. ഇമ്പാരറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ കമാൻഡ് അല്ലേ? ഇമ്പാരറ്റീവ് മോഡിൽ എന്തൊക്കെയാണ് വരിക? കമാൻഡ് വരും, റിക്വസ്റ്റ് വരും, അതുപോലെ ഓർഡർ വരും, അഡ്വൈസ് വരും, സജഷൻസ് വരും, വാണിംഗ് വരും. ഇതൊക്കെ ഈ ഒരു ഇമ്പാരറ്റീവ് മോഡിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇമ്പാരറ്റീവ് മോഡിൽ എന്തൊക്കെയാണ് വരിക? റിക്വസ്റ്റ് വരും, ഓർഡർ വരും, വാണിംഗ് വരും, അഡ്വൈസ് വരും, സജഷൻസ് വരും. പിന്നെ ഇതൊക്കെയാണ് ഇമ്പാരറ്റീവ് മോഡിൽ വരുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കുക, ഇത് സ്ക്രീനിലില്ലേ തോന്നുന്നു. ഇമ്പാരറ്റീവ് മോഡ് എഴുതി വെക്കുക, കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഒക്കെ എഴുതി വെക്കുക കേട്ടോ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ്? അതൊരു കമാൻഡാണ് അല്ലേ? റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതൊരു കമാൻഡാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സെന്റൻസ്. റിപ്പീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് അതൊരു സെന്റൻസ് ആണ്, അതൊരു കമാൻഡാണ്. സെക്കൻഡ്, ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് അസ്, അതെന്താണ്? ഒരു പ്രയർ ആണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കും, ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് അസ്, ഒരു പ്രയർ ആണ്. മൂന്നാമത്തെ, പ്ലീസ് സിറ്റ് ഡൗൺ, അതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? ദേവി ഇതൊന്നും ഇരിക്കൂ, പ്ലീസ് സിറ്റ് ഡൗൺ, റിക്വസ്റ്റ് ആണ്. നാലാമത്തെ, ഡു നോട്ട് എൻ്റർ ഇൻ ടു ദിസ് റൂം, അതേതാണ്? ഒരു വാണിംഗ് ആണ് അല്ലെ? ഡു നോട്ട് എൻ്റർ ഇൻ ടു ദിസ് റൂം, അതൊരു വാണിംഗ് ആണ്. ഇനി ആറാമത്തെ, ബി കെയർഫുൾ വൈൽ ക്രോസിംഗ് ദ ബ്രിഡ്ജോ, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ഒരു അഡ്വൈസ് ആണ് അല്ലേ? ബി കെയർഫുൾ എന്നുള്ളതൊക്കെ ഒരു അഡ്വൈസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇമ്പാരറ്റീവ് മൂഡിൽ ഇതൊക്കെയാണ് വരുന്നത്. വാണിംഗ് വരും, റിക്വസ്റ്റ് വരും, ഓർഡർ വരും, അഡ്വൈസ് വരും, സജഷൻസ് വരും. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതുക, എക്സാമ്പിൾ എഴുതുക. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ?
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റീവ് മൂഡാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റീവ് മൂഡാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. പിന്നെ അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കേസ് ഇതൊന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ എക്സാമിന്. ഓക്കെ, സബ്ജക്റ്റീവ് മൂഡിൽ എന്താണ് പറയുന്നത്? സബ്ജക്റ്റീവ് മൂഡ് എന്ന് പറയുമ്പോൾ വിഷ്, ഡിസയർ, ഇതൊക്കെയാണ് ഒരു സബ്ജക്റ്റീവിൽ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഗോഡ് ബ്ലെസ് യു, അതൊക്കെ ഈ ഒരു വിഷൊക്കെ പറയില്ലേ, നമ്മുടെ ഡിസയറൊക്കെ പറയില്ലേ, അപ്പോൾ അതൊക്കെ ഈ സബ്ജക്റ്റീവ് മൂഡിലാണ് വരുന്നത്. പിന്നെ ഐ വിഷ് ഹീ കുഡ് ഹെൽപ്പ് us. ഓക്കെ, ഐ വിഷ് ഹീ കുഡ് ഹെൽപ്പ് us, ഇത് വരുന്നത് സബ്ജക്റ്റീവ് മൂഡിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്കിതിൽ പറയാവുന്നതാണ്. ഡിസയറിലും വിഷിലൊക്കെ വരുന്നതാണ് അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില ഫോളോയിങ് സിറ്റുവേഷൻസിലും നമ്മൾ ഈ ഒരു സബ്ജക്റ്റീവ് മൂഡ് യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വി ഈറ്റ് ദാറ്റ് വി മേ ലീവ്, അതായത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും അല്ലേ. വി ഈറ്റ് ദാറ്റ് വി മേ ലീവ്. അതേപോലെ വർക്ക് ഹാർഡ് ദാറ്റ് യു മേ സക്സീഡ്, നിങ്ങൾ നല്ലപോലെ വർക്ക് ഹാർഡ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും അല്ലേ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒരു പേർപ്പസ്, ഇതൊക്കെ ഡിസയറിൽ വരുന്നതാണ്. നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. എ ഡൗട്ട്ഫുൾ കണ്ടീഷൻ ഓൺ എ പോസിബിലിറ്റി, ഇതൊരു ഡൗട്ട്ഫുൾ കണ്ടീഷൻ, ഒരു സംശയമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ആവാം, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. എക്സാമ്പിൾ നോക്കാം. ഐ ആം ഹോപ്പിംഗ് ദാറ്റ് ഹി മേ കം ഇൻ ദിസ് ഈവനിങ്, അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ ഈ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും വരുമെന്ന് ഞാനൊരു ഹോപ്പ് കൂടെ കാണാം അല്ലേ. ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷൻ, ഒരു പോസിബിലിറ്റി. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റീവ് മൂഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആഫ്റ്റർ എക്സ്പ്രസിങ് ലൈക്ക് ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ഇൻസ്റ്റൻസ്, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡൗട്ട്ഫുൾ കണ്ടീഷൻ നമുക്ക് ഇവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റീവ് മൂഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ഹൈ ടൈം ഐ ബോട്ട് എ ന്യൂ പെയർസ് ഓഫ് ഷൂസ്, അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം, ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻപ്രോബിലിറ്റി വരുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് പാക്കിംഗ്, ഇപ്പോൾ അവിടെ ഇറ്റ് ഈസ് ഹൈ ടൈം, ഈ ഒരു വേർഡ്സ്, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഹാസ്, ഇഫ്, ഹാസ്, ദോ, ടു എക്സ്പ്രസ് സം ഇൻപ്രോബിലിറ്റി ഉള്ള ടൈമിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് ഐ വർ യു, ഈ ഒരു ഇത് കണ്ട, ഇഫ് ഐ വർ യു എന്ന് കണ്ടാൽ തന്നെ നമ്മൾക്ക് ഉറപ്പിക്കാം അതൊരു സബ്ജക്റ്റീവ് മൂഡാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ഐ വുഡ് ആക്സെപ്റ്റ് ദാറ്റ് ഓഫർ, ഇവിടെയൊക്കെ നമുക്ക് സബ്ജക്റ്റീവ് മൂഡ് കാണാം കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കും, നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കാം കേട്ടോ. ഈ സെൻറ്റൻസ് ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഒന്ന് സ്ക്രീനിൽ നോക്കുക, ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, നമ്മൾ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി കേട്ടോ. നമ്മൾ സ്റ്റോറി ഹൈലൈറ്റിൽ എല്ലാതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സിറ്റുവേഷൻ വരുന്നത് ഐ വുഡ് റാദർ എക്സസൈസ് ദാൻ സിറ്റ് ഓൺ ദ ചെയർ ഫോർ അവേഴ്സ്. വുഡ് റാദർ റൺ, ഈ ഒരു ടേമില്ലേ, വുഡ് റാദർ ദാൻ, ഈ ഒരു ടേം വരുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഐ വുഡ് റാദർ ദാൻ എക്സസൈസ് ദാറ്റ് സിറ്റ് ഓൺ ദ ചെയർസ് ഫോർ അവേഴ്സ്. ഈ വുഡ് റാദർ എന്നുള്ള ടേം വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അവിടെ സബ്ജക്റ്റീവ് മൂഡാണ് എക്സ്പ്രസ് ചെയ്യണതെന്ന് അല്ലേ. മൂഡ് ആൻഡ് മൊഡാലിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്, ഇറ്റ് യൂസസ് ടു റിഫർ എ വേർബ് കാറ്റഗറി ടു ഫോം വിച്ച് ഇൻഡിക്കേറ്റ്സ് വെദർ ദ വേർബ്സ് എക്സ്പ്രസ്, അതായത് ഒരു വേർബിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഫോം, ആ ഒരു വേർബ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫാക്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മൂഡ് പലതരത്തിലുണ്ട്. എ ഫാക്റ്റ്, എ കമാൻഡ്, എ ക്വസ്റ്റ്യനിങ്, എ കണ്ടീഷൻ, എ വിഷ്. ഇതിൽ നമ്മളിപ്പോൾ നോക്കിയത് ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് ഉണ്ട്, വിഷിൻ്റെ ഇതും നോക്കിയിട്ടുണ്ട്, ഫാക്റ്റ് നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുക, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൂഡിൻ്റെ സെക്ഷനിൽ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഫാക്റ്റ് പറഞ്ഞാൽ ഇൻഡിക്കേറ്റീവ് മൂഡിലാണ്, എ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്പറാറ്റീവ് മൂഡിലാണ്, എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേറ്റീവ് മൂഡിലാണ്, എ കണ്ടീഷൻ വരുമ്പോൾ കണ്ടീഷണൽ മൂഡിലാണ്. അത് പഠിക്കാൻ എളുപ്പമുണ്ടാവില്ല. കണ്ടീഷണൽ മൂഡിലാണ് വരുന്നത്. വിഷ് അല്ലെങ്കിൽ ഡിസയർ, പേർപ്പസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തതിലാണ് സബ്ജക്റ്റീവ് മൂഡിലാണ്. ഈ ഒരു സബ്ജക്റ്റീവ് മൂഡിലാണ് നമ്മൾ വുഡ് റാദർ ദാൻ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യും. പിന്നെ ഏതാണ് ഇഫ്, ആസ് ഇഫ്, ദോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു ടേംസ് ഒക്കെ അതിൽ യൂസ് ചെയ്യും. അതേപോലെ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സബ്ജക്റ്റീവ് മൂഡിലാണ്. ഓക്കെ, അപ്പോൾ വിഷും ഡിസയറും പേർപ്പസും ഇൻപ്രോബിലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ഇതിൽ സബ്ജക്റ്റീവ് മൂഡിലാണ്. ഇനി നമ്മളുടെ ടോപ്പിക്ക് മൊഡാലിറ്റി ആണ് കേട്ടോ. മൊഡാലിറ്റി, അപ്പോൾ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ.
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ നോട്ടൊപ്പം എഴുതി വെക്കുക. എക്സാമിൻ്റെ അന്ന് നിങ്ങൾ ഭയങ്കര അധികം പ്രശ്നമാവും. കാരണം നമുക്ക് എവിടുന്ന് തുടങ്ങേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാവും ഗ്രാമർ എക്സാമിൻ്റെ തലേന്ന്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ചായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ വീഡിയോസും ഒരുവിധം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊഡാലിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. കാരണം ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടിക്കും. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ പേര് ചോദിച്ചത് നോട്ട്സ് ആണ്, അത് ഞാൻ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.